അടുപ്പിച്ച് ചായ കുടിക്കാൻ പ്ലാൻ സൈഡിൽ കൊണ്ടുവന്ന് എല്ലാവരും റൗണ്ട് അടിച്ചിട്ട് റൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ 3:30 അടുപ്പിച്ചായിരുന്നു. 3:30 കഴിഞ്ഞു. ലാസ്റ്റ് പമ്പ് റൂമിനകത്തും കൂടി കയറി ഇറങ്ങി. ഇനി അടുത്ത് എപ്പോഴും ഇനി ലാസ്റ്റ് ഒരു 7 മണിയാകുമ്പോൾ ഇതുപോലൊന്നും കുടിച്ചാണ്. അല്ല, ഒരു 6:30 ജസ്റ്റ് ഇൻ കേസ് ലീക്ക് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻ കേസ് ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടച്ചിടാൻ പറ്റണമെങ്കിൽ അടച്ചിടണം, അല്ലെങ്കിൽ ഇൻഫോം ചെയ്യണം. അയ്യോ, ഞാൻ വന്ന് ചായ എടുത്ത് കുടിക്കുന്നു. ഒരു ചായ ഉണ്ടാക്കി കുടിക്കുന്നു, എടുത്ത് കുടിക്കുകയല്ല, ഉണ്ടാക്കി കുടിക്കണം ചായ. അതെ, റെഡിയാക്കി വെച്ചാൽ മതി. അത് സെറ്റാക്കി ഇനി തിരിച്ച് കൊണ്ടുവയ്ക്കുക. അയ്യോ, ഭയങ്കര തണുപ്പ്. ക്ലൗഡ് ആയിട്ട് കിടക്കുന്നുണ്ടോ? ഫ്രണ്ട് ക്യാമറ കൂടി കിട്ടൂല. സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കുടിച്ചിട്ട് നമുക്ക് നേരെ അവിടെ പോകും. സ്ഥലത്തൊന്നും ഇനി എവിടെ ഈ ഒരു ഇനി ഒരു 6 മണി വരെ 6 മണി വരെ ഇരുന്നിട്ട് പിന്നെ അതൊക്കെ റൗണ്ട് അടിക്കാം. 6-6:30 അല്ലെങ്കിൽ 6:10 അങ്ങനെ റൗണ്ട് അടിച്ച് പമ്പ് റൂം റൗണ്ട് അടിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത് ക്ലോറിനേഷൻ. അപ്പോഴേക്ക് ഇവിടുത്തെ ലൈറ്റ് അങ്ങനെ ചെക്ക് ചെയ്യും. 6 മണിയായി. ഇരുട്ട് മാറിയില്ല, ഇരുട്ട മാറൂല. 6:30 ആവും ഇരുട്ട മാറണം. പക്ഷെ കുഴപ്പമില്ല. 6-6:30 ക്ലോറിനേഷനും കൂടി നോക്കിയാൽ ഇവിടെ വരണം. കാരണം 7 മണിക്ക് റീഡിങ് എഴുതാണ്ട്. അയ്യോ, ക്ലൗഡ് കുഴപ്പമില്ല. ചെറിയ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ലീക്കുണ്ട്. ഇവിടെ വന്നതിനൊരു പിടിയില്ല. ഒന്ന് ഇൻഫോം ചെയ്ത് കൊടുത്തിട്ടിരുന്നാൽ മതി. അത് നമ്മളെ കമ്പനി അല്ല, അത്
നമ്മളെ കമ്പനിയിൽ തന്നെ വേറൊരു ടീം, അതായത് ഇപ്പം ഈ സ്ഥലം നടത്താൻ വേണ്ടി ഒരു മെയിൻ കമ്പനി സബ്ബായിട്ട് 3-4 വേറെയും ഉണ്ട്. അതിൽ വേറൊരു ടീമിനാണ് ഇൻഫോം ചെയ്യണം. ചെറിയ ലീക്ക് എന്തോ ഉണ്ട്, അവർക്കൊന്ന് മെസ്സേജ് ഇട്ടെടുത്ത് അവരൊന്ന് നോക്കിയിട്ട് അങ്ങ് പോയിക്കോളും. ഏകദേശം 6:30 ഇപ്പം വെള്ളം ചൂടാക്കാൻ വെച്ച് അവിടെ ഇൻഫോം ചെയ്തു ലീക്കുണ്ട് ചെറിയ. അയ്യോ 7 മണി ഫുള്ള് റീഡിങ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. हाँ हेलो ब्रदर, ठीक है ब्रदर, बताओ. नहीं करना ब्रदर, नहीं करना. हाँ इങ്ങനെ ആരാ ഇനിയിപ്പോൾ നേരെ കുളിക്കുക. വെള്ളം ചൂടാൻ കാണിച്ചിട്ടുണ്ട്, അത് എടുത്തിട്ട് കുളിക്കുക. ടൈമായി. അയ്യോ പോയി പല്ലി അയച്ച് കുളിക്കുക, അത്ര തന്നെ ഉള്ളൂ. കുളിച്ച് കയറിയുള്ളൂ. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. കുളിച്ചിപ്പോൾ കയറി, ഇനി ഫുഡ് കഴിക്കും. നട്ട ചെടി അതിൽ കുറേ പൊടിപ്പ് വന്നു ഇപ്രാവശ്യമാണ് പൊടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ച പോലും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പോലും പൊടിപ്പ് പോലും വന്നില്ല വിത്തിട്ടത്. ഇവിടെയും ഇട്ടിട്ടുണ്ട്, അത് ഇത്തിരി അകത്താണ് ഇട്ടത്. ഇത് മിച്ചം വന്ന വിത്താണ് ഈ സൈഡിൽ ഇട്ടത്, അതാണ് പൊടിച്ചത്. മിച്ചമിട്ട വിത്താണ് പൊടിച്ചത് തന്നെ. നടുക്കാണ് നട്ടത്. പണ പോലെ കെട്ടിയല്ല, അതിൻ്റെ നടുക്കാണ് വിത്തിട്ടത്. എന്നിട്ട് മിച്ചം വന്ന വിത്ത് നടുക്ക് വിട്ടു. നടുക്കിട്ട വിത്ത് പൊടിച്ചു. അയ്യോ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോയെടുത്ത് തന്നിരിക്കണം. ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഇനി അടുത്ത ഒരു മുരിങ്ങയൊക്കെ ചെടിയും കൂടി നോക്കാനുണ്ട്. ഞാൻ അതും കൂടി പോയി നോക്കണം. ഇവിടുത്തെ മുരിങ്ങ ഉണ്ട്. 1 2 3 വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്ന് ഇവിടെ എവിടെയോ വരണേ. കുഴപ്പമില്ല. ഉറങ്ങാൻ സമയം, ഉറങ്ങാൻ പോകുന്നു. പല്ലൊക്കെ തേക്കണം. ഫുഡൊക്കെ കഴിക്കാൻ വെച്ച് ഫുഡ് വെച്ച് തൈരെടുക്കാൻ മാത്രം ജലദോഷം മാറുന്നില്ല. തണുപ്പല്ലേ രാത്രി, അതിൻ്റെ ഫുഡ് കഴിച്ചിന്ന് കുറച്ചേരം ഇരിക്കണം. എന്നിട്ട് കൊണ്ട് കഴുകണം. എന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാണ്ട് അത് ഉണങ്ങി ഫുള്ള്. ചെടിക്ക് വെള്ളം ഒഴിക്കണം, അത് തന്നെ പരിപാടി. എന്നിട്ട് ഡ്യൂട്ടിക്ക് കയറണം. ബാഗും കഴുകിയിട്ട് ഉണങ്ങി. ഇല്ല വെള്ളമുണ്ട്, ചെറിയ ഇതേ ഉള്ളൂ തന്നെ. അതൊന്ന് ഇത് ചെയ്തെടുക്കണം. ചെറുതായിട്ട് സ്പ്രേ ചെയ്തോളൂ. ഫുള്ള് നനച്ച് കഴിഞ്ഞു. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളമൊഴിച്ച് ഇനി ഏകദേശം
6 പോകണം. ഒരു 6:10 6:20 ആകുമ്പോൾ പോയി. കുളിച്ച് അദ്ദേഹം കഴിവേണ്ട സെറ്റപ്പ്. ബാക്കി എല്ലാ പരിപാടിയും കുളിച്ച് സെറ്റായി, ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അത് പോയി കഴിക്കണം. അത് തന്നെ അവൻ ഉണ്ടാക്കിയില്ല. അവൻ നാളെ രാവിലെ എന്തുകൊണ്ട് ഫുഡ് ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കുളിച്ച് തീർന്നിട്ടുണ്ടാക്കി. ചാർജും ഇല്ലായിരുന്നു ഫോൺ, അതുകൊണ്ട് ഫോൺ ചാർജിന് കിട്ടണം. ഉണ്ടാക്കി ഇത് കഴിച്ച് തീരുമ്പം ഡ്യൂട്ടി കയറാൻ സമയമാകും. അപ്പോഴത്തേക്ക് ഏകദേശം ഇപ്പം തന്നെ 6:40. ഇനി അതും കഴിക്കുക, പോവുക. അയ്യോ വേണ്ട. അയ്യോ സമയമായി, ഡ്യൂട്ടി കയറാൻ പോകും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ദിസ് വീഡിയോ.